ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ പേര് സുനി. ഞാൻ ബ്രിസ്ബനിൽ നിന്നാണ്. ഞാൻ ഇന്നും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 49-ാം വാക്യം. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇതിന്റെ പശ്ചാത്തലം 12 വയസ്സായ ഈശോയെ 3 ദിവസം കാണാതാകുകയും ദേവാലയത്തിൽ വെച്ച് മാതാവും യേശുപിതാവും കണ്ടെത്തുകയും ഈശോ അവരോട് ചോദിക്കുന്നതുമാണ്. യേശു ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുന്ന ആദ്യത്തെ വചനം. ഈ വചനം നമ്മളോടും ചിലത് ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും അവിടുത്തെ ഇഷ്ടം തേടുവാനും അവനോടുള്ള ബന്ധം ശക്തമാക്കാനുമാണ്. ഈ നോമ്പ് കാലത്ത് നമുക്കും ഒരു ഉറച്ച തീരുമാനമെടുക്കാം. ദിവസത്തിന്റെ 1 മണിക്കൂറെങ്കിലും നമുക്കും ഈശോയുമായിട്ട് ചിലവിടാം. മത്സ്യവും മാംസവും ഒക്കെ വർജിച്ച് നോയമ്പെടുക്കുന്ന നമുക്ക് നമ്മുടെ സമയത്തെ കവർന്നെടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരല്പസമയം മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ ഈശോയുമായിട്ടുള്ള ബന്ധം ആഴപ്പെടുത്താൻ ശ്രമിക്കാം. ബൈബിൾ വായനയിലും മറ്റ് പ്രാർത്ഥനകളിലും ഒക്കെയായിട്ട് നമുക്കൊരല്പസമയം ഈശോയുമായിട്ട് ചെലവിടാം. നമ്മൾ നന്മ പ്രവൃത്തികളിലും മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവൃത്തികളിലും ഒക്കെ ചെയ്യുന്നതോടൊപ്പം ഒരാത്മാവിനെ നേടുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിളിലൂടെ ഈശോ നമുക്ക് പല പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. പുറപ്പാട് 23, 25, 26 പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും. നിങ്ങളുടെ ദേശത്തു നിന്ന് രോഗത്തെ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ ദേശത്തുണ്ടായിരിക്കില്ല. ദീർഘായുസ് നൽകി നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിച്ചാൽ നമുക്ക് ചോദിക്കാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മുടെ ഈശോ സാധിച്ചു തരും. എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിച്ചും ഇടപെടാതെ പ്രാർത്ഥിച്ചും ഈശോയുമായിട്ട് ഒരു ആഴമായ ബന്ധം സ്ഥാപിച്ചാൽ നമുക്കും എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവാൻ സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല നോമ്പുകാലം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും സമാധാനവും എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.